ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്നത് ബുർജ് ഖലീഫയിലേക്കാണ്, അടുത്ത ടോപ്പിലേക്കാണ്. അതെ, ഞങ്ങളുടെ കൂടെ ഉള്ളത് ആസ്ബ എലിസബത്ത് മാത്യു. ഇതാണ് അങ്ങോട്ടുള്ള ക്യൂ. അപ്പം ഞങ്ങൾ കയറട്ടെ. അപ്പം ഇതാണ് ബുർജ് ഖലീഫിലേക്കുള്ളത്. ഓൺലൈൻ ടിക്കറ്റ് ഹോൾഡേഴ്സിന് ഈ വഴി നമ്പർ 2 ലൈൻ വഴിയാണ് കയറുന്നത്. നമ്മളിതിങ്ങനെ കയറുകയാണ്. ഇതാണ് മണ്ടയിലോട്ടുള്ള ടിക്കറ്റ്. 2 കോഡ് 2 ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ഞങ്ങളങ്ങോട്ട് കയറാനുള്ള ഇതിലാണ്, ക്യൂവിലിങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന് ഈ എസ്കലേറ്റർ വഴി ഇങ്ങനെ മണ്ടയിലോട്ട് കയറാനുള്ള ഇതിലാണ്. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഒരു ഫോട്ടോ എടുത്തു അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കാർഡ് തന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ പ്രസൻറ്റ് ദിസ് കാർഡ്, പൈസ കൊടുക്കണം. മണ്ടേ ചെന്ന് കഴിയുമ്പോൾ ഫോട്ടോ കൗണ്ടേഴ്സ് ഉണ്ട്. ഞങ്ങളിങ്ങനെ മണ്ടയിലോട്ട് കയറാനുള്ള പോക്കാണ്. ഞങ്ങൾ ഇപ്പോൾ പോവുകയാണ്, മണ്ടയിലോട്ട് പോവുകയാണ്. ലിഫ്റ്റ് കയറി പോവുകയാണ്. ഒന്നും ആയിട്ടില്ല. ഞങ്ങൾക്ക് 124 and 125 വരെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങളുടെ ടിക്കറ്റ് വെച്ചു. ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ബുർജ് ഖലീഫ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നത്. എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. അതെ. നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആൾക്കാരിങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളിവിടുന്ന് വെയിറ്റ് ചെയ്ത് ലിഫ്റ്റിലോട്ട് കയറണം. അങ്ങനെയാണ്. അപ്പുറത്തൂടെ ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട്, ഫാസ്റ്റ് ട്രാക്ക് മെമ്പേഴ്സ് ഉണ്ട്. പക്ഷേ അന്നേരം അതിന് വേറെ പൈസയാണെന്നാണ് തോന്നുന്നത്. ടിക്കറ്റ് ചാർജൊക്കെ മാറും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലിഫ്റ്റിലോട്ട് കയറുവാണ്. എന്തോ 125 നിലയ്ക്ക് എന്തോ 60 സെക്കൻഡ് എന്നെങ്ങാണ്ടോ ആണ് പറയുന്നത്. നമുക്ക് കാണാം. ഓക്കെ, നമ്മളകത്തോട്ട് കയറുവാണ് ഗൈസ്. നമ്മൾ ലിഫ്റ്റിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഇതാണ് ഗൈസ് ഇതിൻ്റെ സ്പീഡ് കയറുന്നത്. ഇരുപത്തിരണ്ട് സെക്കൻഡ് കൊണ്ട് 45ാമത്തെ നിലയായി. അതായത് 200 മീറ്ററോളം കഴിഞ്ഞ് ഇപ്പം തന്നെ. എൺപത്തിമൂന്നാമത്തെ നിലയായി. 316 മീറ്റർ കഴിഞ്ഞു. 124ാമത്തെ നിലയിലാണ് ഇപ്പോൾ അത് എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ഗൈസ്. താങ്ക് യു. ടോപ്പിലേക്ക് പോവുകയാണ് ഗൈസ്. ഇവിടെ എവിടെ നോക്കിയാലും ലൈറ്റാണ്. നമ്മുടെ ലിഫ്റ്റിലാണ്. ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. 8 നിലയായി. 이거 너무 못 먹는데? നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണ് ഗൈസ്. ബാക്കി
അവിടെ ചെന്നിട്ട് കാണാം. ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. ചിന്നമ്മ ഫ്രണ്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ 124ാമത്തെ നിലയിലാണ് എത്തിയിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്. കണ്ടുള്ളൂ, ഇതാണ് ദുബായ്. താഴെ കാണുന്നത് എന്താണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇതൊക്കെയാണ് ദുബായ്. ഇനി മണ്ടയിലോട്ടുണ്ട്. മണ്ടയിലോട്ട് നോക്കുന്നുണ്ടോ? ഇങ്ങനെ കിടക്കുവാണ് മണ്ടയിലോട്ട്. ഇവിടെ എന്ത് പറയുന്നുണ്ട്? ഡു നോട്ട് സിറ്റ് ഓർ ലീൻ ഓൺ ഇറ്റ്. ഗൈസ് ഞങ്ങൾ ബുർജ് ഖലീഫയുടെ 124ാമത്തെ ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ഫ്ലോറും കൂടെ മണ്ടയിലോട്ട് പോവാം. ഇവിടെ ഒരാൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരാൾ ഇരുന്ന് ദുബായ് കാണുകയാണ്. ഓക്കെ, ഇനി ഞാനിരിക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഗൈസ് ഞങ്ങൾ പയ്യെ മണ്ടയിലത്തെ നിലയിലേക്ക് പോവാണ്. ഒരു നിലയും കൂടെ നമുക്ക് മണ്ടയിലോട്ട് കയറാം. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഞങ്ങളുടെ ദുബായ് ഡേയുടെ ആക്ച്വലി ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. നാളെ ഞങ്ങൾ പോകും. ഇന്നലെ വന്നു. ഇന്നലെ ഞങ്ങൾ ഡെസേർട്ട് സഫാരിക്കൊക്കെ പോയി വന്നിട്ട് ഇന്ന് ഞങ്ങൾ നാളെ ഞങ്ങൾ തിരിച്ചു പോകും. കമ്പനി അങ്ങോട്ട് പോകാം. ഗൈസ് ഇതുണ്ടോ, ഇവിടെ പലതരത്തിലുള്ള സാധനങ്ങളൊക്കെ കിട്ടും നമുക്കിവിടെ. ബുർജ് ഖലീഫയുടെ വെച്ചിട്ടുള്ള കീ ചെയിനുകൾ, ബനിയന്, ഇതെല്ലാം. പക്ഷേ എക്സ്പെൻസീവാണ്. താഴെ നമുക്ക് കുറച്ചും കൂടെ കുറഞ്ഞ പ്രൈസ് കിട്ടും. ഇവിടെ മണ്ടയിൽ ചെല്ലുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമുക്ക് താഴെ ആണെങ്കിൽ നമുക്ക് നല്ല പ്രൈസിൽ ഈ സെയിം സാധനം തന്നെ നമുക്ക് താഴെ കിട്ടും. ഓക്കെ, അപ്പം മണ്ടയിൽ നിന്ന് മേടിക്കരുത്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. താഴെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ സാധനങ്ങൾ കിട്ടും. ജോബ് തുടങ്ങുമ്പോൾ ഞാൻ ഗൈസ് ഇതാണ് എക്സിറ്റിലോട്ടുള്ള ക്യൂ. അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഫാസ്റ്റ് ട്രാക്ക് എക്സിറ്റ് ഉണ്ട്, അല്ലാത്ത എക്സിറ്റുകളുണ്ട്. നമ്മളിനി 125ാമത്തെ നിലയിലും കൂടെ പോയിട്ടാണ് പോകുന്നത്. വിങ്സിൻ്റെ ഫോട്ടോസ് എടുത്തു. അപ്പോൾ അതിനൊരു കാർഡ് തന്നു. അപ്പോൾ ആ കാർഡ് കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നാലേ നമുക്കിതിൻ്റെ പാക്കേജ് അറിയാൻ പറ്റും എത്ര രൂപയാണെന്ന്. നമുക്കതുകൊണ്ട് കാണിച്ച് നോക്കാം. ഓക്കെ, മോഡലായിരുന്നു. നമ്മുടെ കൂടെ ഒരു മോഡൽ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മുമ്പേ വലിയ മോഡൽ കളിച്ചെടുത്താൽ പക്ഷേ ഫ്ലോപ്പായി ഗൈസ്. നമുക്ക് ഈ തവണ നോക്കാം എങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതും എടുത്തില്ല. അതും മൂഞ്ചിയിരിക്കുകയാണ്. മൂഞ്ചിന്നല്ല 3G ഇരിക്കുകയാണ്. ഓക്കെ, ഞങ്ങളത് നോക്കി, വലിയ രസമില്ലത്. കഫേ ഉണ്ട് ഇവിടെ. ഡോണറ്റ്സും കോഫിയും ലാറ്റേഴ്സൊക്കെ കിട്ടും അത്യാവശ്യം. പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. ഞങ്ങൾ മണ്ടയിലോട്ട് പോകാനുള്ള വഴി നോക്കുകയാണ്. നോക്കാം. എലിവേറ്റർ ടു ഗ്രൗണ്ട് ലെവൽ എന്നാണ് കാണിച്ചേക്കുന്നത്. മണ്ടയിലോട്ട് കയറുകയാണ്. അടുത്ത ഫ്ലോറിലോട്ട് കയറുകയാണ്. ഞങ്ങളിത് സ്റ്റെയർ കേസ് വഴിയാണ് കയറുന്നത്. നോക്കാം. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അടുത്ത നിലയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഗ്രൗണ്ട് ഫ്ലോറിലോട്ടുള്ള എലിവേറ്റേഴ്സ് ഉണ്ട്. അതും പോവാം. നോക്കാം. ഇവിടെ ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന പരിപാടികളുണ്ട്.
നമ്മൾ നേരത്തെ മുമ്പേ നിന്ന സ്ഥലമാണ്. ക്യൂ ആണ്, അങ്ങോട്ടുള്ള ക്യൂ ആണ്, ഗ്രൗണ്ട് ഫ്ലോറിലോട്ടുള്ള ക്യൂ ആണ്. ഗൈസ് ഞങ്ങളിതാ എക്സിറ്റിൽ ഇറങ്ങി. തീർത്തും 1 മിനിറ്റ് പോലും എടുത്തില്ല 125 തര ഇറങ്ങാൻ. ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ മെയിൻ അട്രാക്ഷനായിട്ടുള്ള ബുർജ് ഖലീഫ കണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. സ്റ്റെപ്പ് കയറി മടുത്ത്. എവിടെ മടുത്തു? ചുമ്മാ. അപ്പോൾ ഗായ്സ് എക്സിറ്റ് ടു ദുബായ് മാളാണ്. ഞങ്ങൾ എക്സിറ്റ് വന്നിരിക്കുകയാണ് ദുബായ് മാളിലേക്ക്. വലിയൊരു മാളാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വന്ന് കാണേണ്ടതാണ്. നമ്മൾ നടന്ന് മടുക്കും. അങ്ങനൊരു മാളാണ്. അതെ.